നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യമായി എന്ന് സങ്കൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു നിമിഷം കണ്ണുകളടച്ച് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന ആ ജോലി നിങ്ങൾക്ക് ലഭിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ആ മനോഹരമായ വീടിന്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലിരിക്കുന്നു. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിങ്ങൾ സമ്പൂർണമായൊരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ നിമിഷം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന വികാരം എന്തായിരിക്കും? നിങ്ങളുടെ കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ നിറയുകയില്ലേ? നിങ്ങളുടെ ഹൃദയം അതിയായ ആവേശത്താൽ മിടിക്കുകയില്ലേ? ഈയൊരു അനുഭവം വെറുമൊരു സങ്കല്പമായി മാത്രം ഒതുങ്ങാതെ നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒന്നാണെങ്കിലോ? അതെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നാം എല്ലാവരും ആഗ്രഹങ്ങളുള്ളവരാണ്. വലുതും ചെറുതുമായ നിരവധി സ്വപ്നങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ചിലർക്ക് അത് ഒരു നല്ല കരിയർ കെട്ടിപ്പടുക്കുക എന്നതായിരിക്കും, ചിലർക്ക് സമാധാനപൂർണമായ ഒരു കുടുംബജീവിതമായിരിക്കും, മറ്റു ചിലർക്ക് ലോകം ചുറ്റി സഞ്ചരിക്കുക എന്നതായിരിക്കും. എന്നാൽ ഈ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ നമ്മൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുമ്പോഴും പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച ഫലം ലഭിക്കാറില്ല. എന്തുകൊണ്ടാണ് ചില ആളുകൾ വളരെ എളുപ്പത്തിൽ അവരുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുന്നതും എന്നാൽ മറ്റു ചിലർ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും പരാജയപ്പെടുന്നതും? ഇതിന്റെ ഉത്തരം കിടക്കുന്നത് നമ്മുടെ കഠിനാധ്വാനത്തിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ ചിന്തകളിലും നമ്മുടെ ഉപബോധമനസ്സിന്റെ ശക്തിയിലുമാണ്. നമ്മൾ ജീവിക്കുന്നത് അനന്തമായ സാധ്യതകളുള്ള ഒരു പ്രപഞ്ചത്തിലാണ്. ഈ പ്രപഞ്ചം ഒരു വലിയ കണ്ണാടി പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളെയും വികാരങ്ങളെയും അത് പ്രതിഫലിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ നൽകുന്നു. നിങ്ങൾ എപ്പോഴും ഇല്ലായ്മകളെക്കുറിച്ചും സങ്കടങ്ങളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നതെങ്കിൽ പ്രപഞ്ചം ആ ഇല്ലായ്മകളെ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. എന്നാൽ നിങ്ങൾ എപ്പോഴും സന്തോഷത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചും ചിന്തിക്കുകയാണെങ്കിൽ പ്രപഞ്ചം ആ സമൃദ്ധിയെ നിങ്ങൾക്ക് വാരിക്കോരി നൽകും. ഇതാണ് ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈയൊരു നിയമത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു പ്രായോഗിക രീതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിനു മുൻപായി ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അതിശക്തമായ ആ രീതിയുടെ പേരാണ് സ്ക്രിപ്റ്റിംഗ് അഥവാ പ്രപഞ്ചത്തിന് ഒരു കത്തെഴുതുക എന്നത്. എന്താണ് ഈ സ്ക്രിപ്റ്റിംഗ്? നിങ്ങളുടെ ഭാവിയിലെ ഒരു ദിവസം സങ്കൽപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം നടന്നുകഴിഞ്ഞു എന്ന് വിശ്വസിച്ച് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിനൊരു കത്തെഴുതുന്ന രീതിയാണിത്. ഒരു സിനിമയുടെ തിരക്കഥ എഴുതുന്നതുപോലെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന്റെ തിരക്കഥ നിങ്ങൾ തന്നെ എഴുതുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നു. സാധാരണയായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോഴോ എനിക്കത് വേണം, എനിക്കിത് നൽകണം, എന്റെ കഷ്ടപ്പാടുകൾ മാറ്റണം എന്നിങ്ങനെയാണ് പറയാറുള്ളത്. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഇല്ലായ്മയുടെ വികാരമാണ് പ്രവർത്തിക്കുന്നത്. എന്റെ കൈവശം ഇതില്ല, അതുകൊണ്ട് എനിക്ക് തരണം എന്ന ഒരു യാചനാമനോഭാവം. എന്നാൽ സ്ക്രിപ്റ്റിംഗ് എന്ന രീതി തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ പ്രപഞ്ചത്തോടൊന്നും ചോദിക്കുന്നില്ല, പകരം നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ പ്രപഞ്ചം നമുക്ക് നൽകിക്കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഉള്ളിലെ ഇല്ലായ്മയുടെ വികാരത്തെ മാറ്റി സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും വികാരത്തെ നിറയ്ക്കുന്നു. എങ്ങനെയാണ് പ്രപഞ്ചത്തിന് ഈ കത്ത് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതിന് കൃത്യമായ ചില ചിട്ടകളുണ്ട്. ആദ്യത്തെ കാര്യം തികച്ചും ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തുക എന്നതാണ്. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമായിരിക്കുന്ന ഒരു സമയം തിരഞ്ഞെടുക്കുക. അതിരാവിലെയോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുൻപോ ഉള്ള സമയമാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. ഒരു പേനയും ഒരു ബുക്കും എടുക്കുക. ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ഫോണിലും കമ്പ്യൂട്ടറിലും ടൈപ്പ് ചെയ്യാറാണ് പതിവെങ്കിലും സ്ക്രിപ്റ്റിംഗ് ചെയ്യുമ്പോൾ സ്വന്തം കൈപ്പടയിൽ പേപ്പറിൽ എഴുതുന്നത് തന്നെയാണ് ഏറ്റവും ഫലപ്രദം. കാരണം നിങ്ങളൊരു പേനയെടുത്ത് പേപ്പറിൽ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും ചിന്തകളും ഒരുപോലെ ആ പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടായിരിക്കണം എന്നതാണ്. എനിക്ക് കുറച്ച് പണം വേണം എന്നോ അല്ലെങ്കിൽ എനിക്ക് സന്തോഷം വേണമെന്നോ പൊതുവായി എഴുതുന്നതിന് പകരം എത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തു ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ പങ്കാളി എങ്ങനെയുള്ള ആളായിരിക്കണം എന്നിങ്ങനെ വളരെ കൃത്യമായി നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിർവചിക്കുക. പ്രപഞ്ചത്തിന് വ്യക്തത വളരെ ഇഷ്ടമാണ്. നിങ്ങൾ എത്രത്തോളം വ്യക്തമായി കാര്യങ്ങൾ ചോദിക്കുന്നുവോ അത്രത്തോളം എളുപ്പത്തിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. മൂന്നാമത്തെയും ഏറ്റവും നിർണായകവുമായ കാര്യം നിങ്ങൾ എഴുതുന്ന കാലമാണ്. ഒരിക്കലും ഭാവി കാലത്തിൽ കത്തെഴുതരുത്. അതായത് എനിക്ക് ആ ജോലി ലഭിക്കും അല്ലെങ്കിൽ ഞാൻ ആ വീട് വയ്ക്കും എന്ന് എഴുതരുത്. പകരം ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ വർത്തമാനകാലത്തിലോ ഭൂതകാലത്തിലോ വേണം എഴുതാൻ. എനിക്ക് ആ ജോലി ലഭിച്ചു അല്ലെങ്കിൽ ഞാൻ എന്റെ സ്വപ്നഭവനത്തിൽ താമസിക്കുന്നു എന്ന് വേണം എഴുതാൻ. പ്രപഞ്ചത്തിന് സമയത്തെക്കുറിച്ച് നമ്മുടേതായ സങ്കല്പങ്ങളില്ല.
പ്രപഞ്ചത്തിന് എപ്പോഴും ഒരൊറ്റ സമയമേയുള്ളൂ, അത് ഇപ്പോഴാണ്. അതിനാൽ ഇപ്പോൾ അത് നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചു വേണം എഴുതാൻ. നാലാമത്തെ കാര്യം വികാരങ്ങൾ ഉൾപ്പെടുത്തുക എന്നതാണ്. നിങ്ങൾ എഴുതുന്ന വാക്കുകൾക്ക് ജീവൻ നൽകുന്നത് നിങ്ങളുടെ വികാരങ്ങളാണ്. നിങ്ങൾക്ക് ആ സ്വപ്നജോലി ലഭിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി? നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെക്കുറിച്ച് അഭിമാനിച്ചപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞില്ലേ? ആദ്യത്തെ ശമ്പളം കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ സന്തോഷം എന്തായിരുന്നു? ഈ വികാരങ്ങളെല്ലാം ആ കത്തിലുണ്ടാകണം. വരികൾക്കിടയിൽ നിങ്ങളുടെ സന്തോഷവും ആവേശവും കൃതജ്ഞതയും നിറഞ്ഞു നിൽക്കണം. പ്രപഞ്ചത്തിന് ഭാഷ മനസ്സിലാകില്ല, എന്നാൽ വികാരങ്ങൾ കൃത്യമായി മനസ്സിലാകും. നിങ്ങളുടെ വികാരങ്ങളാണ് പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ആശയവിനിമയ ഭാഷ. അഞ്ചാമത്തെ കാര്യം നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഊർജ്ജമുള്ള വികാരങ്ങളിലൊന്നാണ് നന്ദി അഥവാ ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ കത്ത് തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതും നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം. നിങ്ങൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾക്ക് പ്രപഞ്ചത്തോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുക. ഈ രീതി എങ്ങനെയാണ് പ്രായോഗികമായി ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം. സങ്കൽപ്പിക്കുക, നിങ്ങളുടെ ലക്ഷ്യം ഒരു പുതിയ വീട് സ്വന്തമാക്കുക എന്നതാണ്. നിങ്ങളുടെ കത്ത് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. പ്രിയപ്പെട്ട പ്രപഞ്ചമേ, ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിലൊന്നാണ്. എന്റെ ഹൃദയം അതിയായ സന്തോഷം കൊണ്ടും കൃതജ്ഞത കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന ആ സ്വപ്നം നീ എനിക്ക് യാഥാർത്ഥ്യമാക്കി തന്നതിന് 1000 നന്ദി. അതെ, ഞാൻ എന്റെ പുതിയ വീടിന്റെ സിറ്റൌട്ടിൽ ഒരു കപ്പ് ചായയും കുടിച്ച് എന്റെ പൂന്തോട്ടത്തിലെ മനോഹരമായ കാഴ്ചകളും കണ്ടിരിക്കുകയാണിപ്പോൾ. ഈ വീടിന്റെ ഓരോ കോണിലും എന്റെ സ്വപ്നങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. വെള്ള നിറത്തിലുള്ള ഭിത്തികളും വിശാലമായ ലിവിംഗ് റൂമും ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള അടുക്കളയുമെല്ലാം എനിക്ക് ലഭിച്ചു. എന്റെ കുടുംബം ഈ വീട്ടിൽ എത്രത്തോളം സന്തോഷവാന്മാരാണെന്ന് കാണുമ്പോൾ എന്റെ കണ്ണുകൾ നിറയുകയാണ്. ഈ മനോഹരമായ ഭവനം എനിക്ക് നൽകിയതിന്, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി ഈ വീട് സ്വന്തമാക്കാൻ എനിക്ക് വഴി കാണിച്ചു തന്നതിന് പ്രപഞ്ചമേ, നിനക്ക് അനന്തമായ നന്ദി. നന്ദി, നന്ദി, നന്ദി. ഇങ്ങനെയാണ് നിങ്ങൾ കത്തെഴുതേണ്ടത്. ഈ വരികൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നുന്നില്ലേ? ഇതേ സന്തോഷത്തോടെയും വിശ്വാസത്തോടെയും വേണം നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും എഴുതാൻ. ഇനി ഈ രീതിയുടെ അത്ഭുതകരമായ ഫലങ്ങളെക്കുറിച്ച് പറയാം. എന്ത് ശാസ്ത്രീയ അടിത്തറയാണ് ഇതിനുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. നമ്മുടെ തലച്ചോറിൽ റെറ്റിക്യുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നൊരു ഭാഗമുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള ലക്ഷക്കണക്കിന് വിവരങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഈ ഭാഗമാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു ചുവന്ന കാർ വാങ്ങാൻ തീരുമാനിച്ചു എന്ന് കരുതുക. പെട്ടെന്ന് നിങ്ങളുടെ കണ്ണിൽ റോഡിലൂടെ പോകുന്ന ചുവന്ന കാറുകൾ മാത്രം കൂടുതലായി പെടാൻ തുടങ്ങും. ഇതിനു മുൻപും ആ കാറുകൾ അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ നിങ്ങളുടെ തലച്ചോറ് അതിന് പ്രാധാന്യം നൽകിയിരുന്നില്ല. എപ്പോഴാണോ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്, അപ്പോൾ തലച്ചോറ് ആ വിവരങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ തുടങ്ങി. സ്ക്രിപ്റ്റിംഗ് ചെയ്യുമ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ആഗ്രഹങ്ങൾ നടന്നുകഴിഞ്ഞു എന്ന് വിശ്വസിച്ച് അതെഴുതി വികാരങ്ങൾ നൽകുമ്പോൾ നിങ്ങളുടെ തലച്ചോർ അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നു. തുടർന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ അവസരങ്ങളും ആളുകളെയും സാഹചര്യങ്ങളെയും നിങ്ങളുടെ തലച്ചോർ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ മാന്ത്രികത എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള യാഥാർത്ഥ്യങ്ങളും മാറാൻ തുടങ്ങുന്നു. ധാരാളം ആളുകൾ ഈ രീതിയിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കടബാധ്യതകളിൽപ്പെട്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്നവർ സമ്പന്നരായ കഥകളുണ്ട്. വർഷങ്ങളായി രോഗശയ്യയിലായിരുന്നവർ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത സംഭവങ്ങളുണ്ട്. തകർന്ന ബന്ധങ്ങൾ വീണ്ടും തളിർത്ത അനുഭവങ്ങളുണ്ട്. ഇവരെല്ലാം ചെയ്തത് ഒന്നേയുള്ളൂ: പരാജയങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ചിന്തിക്കുന്നത് നിർത്തി തങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ലഭിച്ചുകഴിഞ്ഞു എന്ന് വിശ്വസിച്ച് പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞു. എന്നാൽ സ്ക്രിപ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട ചില അബദ്ധങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംശയമാണ്. കത്തെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ നടക്കുമോ? എനിക്കെങ്ങനെ ഇതിനുള്ള പണം കിട്ടും? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇതൊന്നും സാധ്യമല്ലല്ലോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നിങ്ങൾ എഴുതുന്നതിന്റെ മുഴുവൻ ഫലവും നഷ്ടപ്പെടും. നിങ്ങൾ പ്രപഞ്ചത്തോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് എങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിക്കേണ്ടതില്ല. വഴി കണ്ടെത്തുക എന്നത് പ്രപഞ്ചത്തിന്റെ ജോലിയാണ്. നിങ്ങളുടെ ജോലി അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലെറ്റ് ഗോ ചെയ്യുക അഥവാ വിട്ടുകളയുക എന്നതാണ്. കത്തെഴുതിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എനിക്കിത് കിട്ടുമോ എന്ന് ഉത്കണ്ഠപ്പെടരുത്. നിങ്ങളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്താൽ അടുക്കളയിൽ പോയി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ നോക്കാറില്ലല്ലോ. ഭക്ഷണം നിങ്ങളിലേക്ക് വരും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ കാത്തിരിക്കുന്നു. ഇതേ വിശ്വാസം പ്രപഞ്ചത്തിന്റെ കാര്യത്തിലും വേണം. നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിന് കൈമാറിക്കഴിഞ്ഞു. ഇനി അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന ശാന്തമായ വിശ്വാസത്തോടെ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് തിരിയുക.
ആ കത്ത് ഒരു സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിച്ചുവെക്കുക. മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം ആ കത്ത് എടുത്തു വായിക്കുമ്പോൾ അതിൽ എഴുതിയിരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറിയത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. ജീവിതം എന്നത് സങ്കടപ്പെടാനും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനും മാത്രമുള്ള ഒന്നല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ കഴിവുള്ള ഒരു വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ശക്തിയെ ഉണർത്തുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രപഞ്ചം എപ്പോഴും നിങ്ങൾക്ക് നൽകാൻ തയ്യാറായി നിൽക്കുകയാണ്, നിങ്ങൾ അത് ചോദിച്ചു വാങ്ങാൻ തയ്യാറാണെങ്കിൽ മാത്രം. അതിനാൽ ഇന്നുമുതൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുക. അവ യാഥാർത്ഥ്യമായി എന്ന് വിശ്വസിച്ച് പ്രപഞ്ചത്തിന് ആ നന്ദിയുടെ കത്ത് എഴുതാൻ ആരംഭിക്കുക. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്.